കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ട് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിലെ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 15, 16, 21, 22 തിരുവചനങ്ങളാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ നാം ഇന്ന് കൊണ്ടാടുമ്പോൾ എപ്രകാരമാണ് യേശുവിനെ ഈ ലോകത്തിലേക്ക് കർത്താവ് വെളിപ്പെടുത്തിയത് എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറഞ്ഞു തരിക. നമ്മൾ 4 സുവിശേഷങ്ങൾ എടുത്താലും അതിലെല്ലാം യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് അതിൻ്റെ ചരിത്രത്തിൻ്റെ പ്രാധാന്യമായതുകൊണ്ടല്ല, മറിച്ച് യേശുവിനെ യഥാർത്ഥത്തിൽ അവൻ ആരാണ്, അവൻ എപ്രകാരമാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ജ്ഞാനസ്നാനം വളരെ ആവശ്യമായ ഒന്നാണ്. യേശുവിൻ്റെ ഈ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ യേശു യഥാർത്ഥത്തിൽ ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ സുവിശേഷകന്മാർ വളരെ പ്രാധാന്യത്തോടുകൂടെ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് നമ്മോട് പറയുകയാണ്. അതേസമയം യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്ന ഒരു ചിത്രം. മറ്റ് സുവിശേഷകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ലൂക്കാ സുവിശേഷകൻ ആ ഒരു കാര്യം എടുത്തു കാണിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പഴയ നിയമ പുസ്തകത്തിൽ നോഹയുടെ പെട്ടകത്തിൽ നിന്നും പ്രാവിനെ അയക്കുന്ന ഒരു രംഗം നമ്മുടെ ഓരോരുത്തരെയും മനസ്സിലേക്ക് കടന്നു വരും. ജലപ്രളയം അവസാനിച്ചോ എന്നറിയുവാൻ വേണ്ടി പ്രാവിനെ അയക്കുമ്പോൾ ആ പ്രാവ് ഒരു ഒലിവ് ചില്ലയുമായി തിരികെ നോഹയുടെ പെട്ടകത്തിലേക്ക് വരുമ്പോഴാണ് ജലപ്രളയം അവസാനിച്ചു എന്നും ഇതാ പുതിയൊരു യുഗത്തിൻ്റെ ആരംഭമായി എന്നും നമ്മൾ അവിടെ മനസ്സിലാക്കുക. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുമ്പോൾ അതിലൂടെ പ്രഖ്യാപിക്കുന്നത് പുതിയ ഒരു യുഗത്തിൻ്റെ ആരംഭമാണ്, ആത്മാവിൻ്റെ യുഗത്തിൻ്റെ ആരംഭം. ഇതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ ഭൂമിയിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു രംഗമാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതിനു മുമ്പ് ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധം ആരംഭം കുറിച്ചു എന്ന് ഇതിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ ജ്ഞാനസ്നാനം എന്തുകൊണ്ടാണ് വളരെ എടുത്തു പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് ആഹ്വാനം ചെയ്തത്. അതുവരെ തെറ്റുകൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനങ്ങളോട് നിങ്ങൾ മാനസാന്തരപ്പെടുകയും നിങ്ങളുടെ വഴികളെല്ലാം നേടിയാക്കുവിൻ, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദപിച്ചുകൊണ്ട് പൂർണ്ണമായും ദൈവത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ജനങ്ങൾക്ക് അവൻ ജ്ഞാനസ്നാനം നൽകിക്കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, പാപിയല്ലായിരുന്നിട്ടും യേശുവും ആ ഒരു ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ കടന്നു വരുമ്പോൾ യേശുവിൻ്റെ പ്രവൃത്തിയിലുള്ള ആ ഒരു എളിമ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവരെ പോലെ ഞാനും ഇതാ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു.
അതേസമയം ആ സമയം തന്നെ യോഹന്നാനെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പടർന്നു പഠിക്കുവാൻ തുടങ്ങി. ഇവനായിരിക്കുമ്പോൾ നമ്മൾ കാത്തിരുന്ന ക്രിസ്തു. കാരണം അവൻ്റെ സംസാര രീതി, പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അതുപോലെ ആയിരിക്കുന്നു എന്ന ഒരു ചിന്ത അന്നത്തെ സാധാരണ ജനങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ യോഹന്നാനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി, അവൻ ക്രിസ്തുവായിരിക്കും. പക്ഷേ ഈ യോഹന്നാനെ സംബന്ധിച്ച് വളരെ വ്യക്തതയുണ്ടായിരുന്നു തൻ്റെ ദൗത്യം എന്താണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ഞാൻ ക്രിസ്തുവല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രവാചകൻ പോലുമല്ല എന്ന് പല ആവർത്തി അവരോട് പറയുന്ന യോഹന്നാനെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കും. അതേസമയം തൻ്റെ ദൗത്യം കൃത്യമായി മനസ്സിലാക്കിയിരുന്ന യോഹന്നാനെ സംബന്ധിച്ച് ആ കൂട്ടത്തിൽ നിൽക്കുന്ന യേശുവിനെ തിരിച്ചറിയുവാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന സമയം അവിടെ നടന്ന മാറ്റങ്ങൾ. സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ താൻ ആർക്കു വേണ്ടിയാണോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, ഇതാ അവൻ എന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ സ്നാപക യോഹന്നാന് സാധിച്ചു എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകം വായിക്കുന്നുണ്ട്, യേശു കടന്നു പോകുമ്പോൾ യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ ആ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് പൂർണ്ണമായി ബോധ്യമുണ്ടായിരുന്ന വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. അതിനാൽ തന്നെ വളരെ എളിമയോടെ വിനയത്തോടെ അവൻ പറയുന്നുണ്ട്, എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകും. പ്രിയമുള്ളവരെ, യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും അംഗീകാരവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. പല പണ്ഡിതന്മാരും ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നതിന് പകരം നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന രീതിയിൽ ഇത് പരിവർത്തനം ചെയ്യണം എന്നാണ്. ഈ പരിഭാഷ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നത്, നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ആ ഒരു സ്നേഹവും അംഗീകാരവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതകാലത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോഴും, സ്വന്തം പട്ടണത്തിൽ നിന്ന് പോലും പുറത്താക്കപ്പെടുമ്പോഴും, താൻ സ്നേഹിച്ചിരുന്നവ പോലും തള്ളിപ്പറയുമ്പോഴും എല്ലാം യേശുവിൻ്റെ മനസ്സിൽ നിന്നും എപ്പോഴും കേട്ടിരുന്ന ഒരു വചനം എന്ന് പറയുന്നത്, പിതാവായ ദൈവം ഒത്തിരിയേറെ സ്നേഹത്തോടെ തൻ്റെ മകനോട് പറയുകയാണ്, നീ എൻ്റെ പ്രിയപുത്രനാണ്, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ ഒരു അംഗീകാരവും സ്നേഹവും അവന് കൂടെ ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ കുരിശിൽ മരിക്കുവോളം യേശുവിന് തൻ്റെ ദൗത്യം തുടരുവാൻ സാധിച്ചു എന്നാണ്. ഒരവസരത്തിൽ പോലും പതറിപ്പോകാതെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ യേശുവിന് ശക്തി പകരുന്ന ഒന്നായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹവും അംഗീകാരവും. മനഃശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു സാധാരണ മനുഷ്യനും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുക, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുക. തങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കണം, അതോടൊപ്പം തന്നെ അവർ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കണം. എന്നാൽ ഇത് രണ്ട് നഷ്ടമാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? അവർ പതിയെ ഒറ്റപ്പെട്ടവരായി മാറും, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരായിട്ട് മാറും. ഒരിക്കലും വളർന്നു വരുവാൻ അവർക്ക് സാധിക്കില്ല. അതേസമയം നമ്മൾ കൂടെ പറയേണ്ട ഒരു കാര്യം, യേശുവിനെ പോലെ പിതാവായ ദൈവം നൽകിയ ആ സ്നേഹവും അംഗീകാരവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. നമ്മളും ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ നോക്കിയും പറയുന്നുണ്ട്, മകനെ മകളെ, നീ എൻ്റെ പ്രിയപുത്രനാണ്, പുത്രിയാണ്, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന കർത്താവ് നമ്മോട് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മറ്റുള്ളവർ മുമ്പിൽ താഴ്ന്നു പോകേണ്ടവരല്ല, മറ്റുള്ളവർ മുമ്പിൽ പതറി നിൽക്കേണ്ടവരല്ല, മറിച്ച് കൂടുതൽ തീഷ്ണതയോടുകൂടെ കർത്താവിന് വേണ്ടി സേവനമനുഷ്ഠിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പിതാവായ ദൈവം നമ്മളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ ആ സ്നേഹത്തിന് പ്രത്യുത്തരമായി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ജ്ഞാനസ്നാന തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ഓരോരുത്തരും ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എപ്രകാരമാണെന്ന് നമുക്കറിയാം. ഒരു കൈക്കുഞ്ഞായിരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മുടെ ജ്ഞാനസ്നാനം നടക്കുക.
സ്ഥൈര്യലേപനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം സ്വീകരിച്ചിട്ടും എപ്രകാരമാണ് എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്? പുത്രനായ ദൈവം പിതാവിൻ്റെ സ്നേഹവും അംഗീകാരവും ഏറ്റുവാങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ നിറഞ്ഞപ്പോൾ എപ്രകാരമാണോ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ സ്വീകരിച്ച ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും എല്ലാം ക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിയുവാനും ആ അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് ഈ ദിവ്യബലിയിൽ നാം ആയിരിക്കുമ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോഴും പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം, ദുഷ്ടരായ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും മക്കൾക്ക് എന്താണ് നല്ലത് കൊടുക്കുക, എന്ത് നല്ലത് കൊടുക്കണമെന്ന് അറിയാം എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ എന്നാണ് ചോദിക്കുക. ദുഷ്ടരായ നിങ്ങൾക്ക് പോലും മക്കൾക്ക് നല്ലത് കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ? പ്രിയമുള്ളവരെ, ആ ഒരു വചനത്തിൻ്റെ ശക്തി നമുക്ക് ഏറ്റെടുക്കാം. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന്. യേശുവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യുത്തരമായിട്ടാണ് സ്വർഗം തുറക്കപ്പെട്ടതും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നതും എന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ വരച്ചു കാണിക്കുക. മറ്റു സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാണുന്ന ഒരു കാര്യം കൂടിയാണത്. അതുകൊണ്ട് നമ്മളും പ്രാർത്ഥനയിലായിരുന്നാൽ തീർച്ചയായും നമ്മുടെ മുമ്പിലും സ്വർഗം തുറക്കപ്പെടും. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരും. അങ്ങനെ ശക്തി പ്രാപിച്ച് യേശുവിനെ പോലെ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം. ആ ഒരു കൃപ സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമേൻ.